ഇവിടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഈ സുഭദ്ര ആൻറ്റിയുടെ അടുക്കേന്ന് മാങ്ങ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ മാങ്ങ, നാടൻ മാങ്ങ. അപ്പോൾ ഇല്ലേ ഒരു കാര്യം സംഭവിച്ചു. ഇപ്പം പല പല വേലകളാണ്. നമ്മൾ കാണുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ നമ്മളൊന്നും പറയാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ മുക്കുമിൻ്റെ ലൊക്കേഷനകത്ത് സഞ്ജയ് സ്കൂളുണ്ടായിരുന്നു. അത് പിന്നെ അവസാനം സഞ്ജയ് സ്കൂൾ എന്നുള്ളത് അങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് എംബ്ലം ഇന്നില്ലായിരുന്നു. അപ്പം നമ്മളത് പറഞ്ഞു, അത്രയേ ഉള്ളൂ, നോട്ടീസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് മുക്കുമ്മ എനിക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ അതിനകത്തെല്ലാം ലൈവ് ലൊക്കേഷൻ, ചുമ്മാ പറഞ്ഞു ലൈവ് ലൊക്കേഷൻ ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ മന്ദിരത്തിൻ്റെ അവിടെയോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു പന്ന സ്പ്രേയുടെ മണം. ഈ അറബി തേർഡ് റേറ്റ് വർക്കേഴ്സൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് സ്പ്രേ ഉണ്ടല്ലോ, നല്ലതൊന്നുമല്ല. ഈ തേർഡ് റേറ്റ് വർക്കേഴ്സൊക്കെ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ ഒരു നാറുന്ന സ്പ്രേ കൊണ്ടുവരും. അതാർക്കും വേണ്ടാന്ന് തോന്നും. ഇങ്ങനെ നമ്മൾ പോകുന്നിടത്തൊക്കെ അടിക്കും. കാരണം പണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പം ഇതുപോലെ പല കാര്യങ്ങളും നടന്ന്. അന്നേരം ഇവന്മാർ നമുക്ക് അന്നേരം അറിയത്തില്ല, ഈ പോയിസണസ് ഗ്യാസ് അടിക്കും ഇവന്മാർ. അപ്പം അതിന് ഭയങ്കര നാറ്റമാണ്. അപ്പോൾ അത് നമ്മൾ അറിയാതിരിക്കാൻ ഇവന്മാർ ഈ സ്പ്രേ അടിക്കുമായിരുന്നു. മനസ്സിലായില്ല, നമുക്ക് മനസ്സിലാവാതിരിക്കാൻ. അപ്പോൾ ഇപ്പം നമ്മൾ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഈ സ്പ്രേ ഇങ്ങനെ അടിക്കും. എന്ന് വെച്ചാൽ അന്ന് നമ്മൾ വിചാരിച്ചു, അന്ന് നമുക്കിത് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവന്മാർ ഈ പോയിസണസ് ഗ്യാസ് ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ബേൺ ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പോയിസണസ് ഗ്യാസിൻ്റെ സ്മെല്ലറിയാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഓരോന്നോരോന്ന് ഇപ്പം അവർ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വരണമെങ്കിൽ സമയം പിടിക്കും. അപ്പോൾ ഞാനന്ന് വിചാരിച്ചത് എൻ്റെ ക്യാമറയുടെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ബേണാവും. അപ്പം നമുക്കറിയാമല്ലോ ഇത് ബേണാവും, നമ്മൾ വായിച്ചിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പല ഇത് ഇൻഫ്ലേമബിൾ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ക്യാമറ കത്തിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ അന്ന് വിചാരിച്ചത്. പിന്നെയാണ് ഈ സ്മോക്കിൻ്റെ സ്മെല്ല് അതൊക്കെ ഇങ്ങനെ അടിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്തോട്ട് ഈ സ്മോക്കിൻ്റെ സ്മെല്ലടിക്കുന്നത്, അങ്ങനെ പല രീതിയിലുള്ള ഇത് അടിക്കുന്നത് ഇതിൻ്റെ ഈ പോയിസണസ് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മണം നമ്മൾ മനസ്സിലാക്കാതിരിക്കാനാണെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവർക്ക് ജോബ് ലോസ് ഇൻഷുറൻസും അങ്ങനെ പല കാര്യങ്ങൾ വേണം. ഇപ്പം നമ്മുടെ വസ്തുവും വകയും അടിച്ചു മാറ്റാൻ നോക്കുക, നമ്മുടെ ഇങ്ങനെ പല രീതിയിലാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാശ് വേണം ഈ കള്ളർക്ക്. അപ്പോൾ ഇതിൻ്റെ കള്ളറുടെ കൂട്ടത്തിലുള്ളത് പ്രീതായസ് പണിക്കർ, ബിജു പി എന്നൊക്കെ പറയുന്ന വലിയ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രാജേഷ് ആർ എന്ന് പറയുന്ന ലീലയുടെ മോൻ. അപ്പോൾ അന്നൊന്നും നമുക്കറിയത്തില്ല ഇവന്മാർ ഇൻഷുറൻസിൻ്റെ ഈ കക്കുകയും മുട്ടിക്കുകയും ചെയ്യുന്നവന്മാരാണെന്ന് നമുക്കറിയത്തില്ല. ഈ വല്യത്ത് വീട്ടുകാർ മുതലുള്ളവന്മാർ ഇങ്ങനെ പല രീതിയിൽ ഇപ്പം കോമ്പൻസേഷൻ, ഞാൻ പറഞ്ഞല്ലോ ബ്രേക്കപ്പ് കോമ്പൻസേഷൻ, ഇങ്ങനെ പല കോമ്പൻസേഷനും ഒക്കെ വാങ്ങിച്ച് നടക്കുന്ന തേർഡ് റേറ്റ്സ് ആണ് ഇവന്മാരെന്ന് നമുക്കറിയത്തില്ലായിരുന്നു, ഈ വല്യത്ത് വീട്ടുകാർ മുതൽ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഈ രാജമ്മ എന്ന് പറഞ്ഞവൾ ഇപ്പം ഫോൺ എടുക്കാതെ പാത്ത് എവിടെയൊക്കെയോ ഇരിക്കുകയാണെന്ന്. കള്ളികളെല്ലാം. അപ്പോൾ ഈ രാജേഷ് ഞാൻ LLBക്ക് പഠിക്കാൻ ചേർന്നപ്പോൾ ഒരു തോമാച്ചനെ വിളിച്ചുകൊണ്ട് വന്ന് അവനോട്, എന്നിട്ട് തോമാച്ചനോട് പറഞ്ഞില്ല ഞാൻ LLBക്ക് ചേർന്നെന്നുള്ളത്. അപ്പോൾ ഇവൻ ആരാണ്? അപ്പോൾ ഇവൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ തോമാച്ചൻ എൻ്റെ കൈ നോക്കി വെച്ച് പറഞ്ഞ് ഈ കൊച്ചു വക്കീലാവുമെന്ന്. അപ്പം ഇവൻ വിചാരിച്ച് ഞാൻ വക്കീലായില്ല, പഠിക്കാൻ ചേർന്നിട്ട് വക്കീൽ പരീക്ഷ പാസ്സായില്ലെങ്കിൽ ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് വലിയൊരു തുക വാങ്ങിച്ച് പുട്ടടിക്കാം ഇവന്മാർക്കും കുറേ അവളുമാർക്കും എന്നൊക്കെ വിചാരിച്ച്. അത് നടന്നില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. നമ്മൾ സയൻസ് സ്ട്രീമാണ് പഠിച്ചത്. അപ്പോൾ LLB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ 5 ഇയർ കോഴ്സാണ് പഠിച്ചത്. 2 ഇയേഴ്സ് എന്ന് പറയുമ്പം ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം നമുക്ക് അതുമായിട്ട് അപ്പം നമ്മൾ ഇച്ചിരി അത് തന്നെയല്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി വേറൊരു പുതിയൊരു സ്ഥലം. അപ്പം നമ്മൾ പണ്ടും അങ്ങനെയാണ്, ആദ്യമൊന്നും പഠിക്കത്തില്ല. നമ്മൾ എക്സാമിൻ്റെ മുന്നിലെ ആ ചൂട് വരുമ്പോഴാണ് പഠിക്കുന്നത്. മനസ്സിലായില്ലയോ? അതങ്ങനെയാണ്, എല്ലാ എക്സാമിനും അങ്ങനെ തന്നെയാണ്. എക്സാമിൻ്റെ ചൂട് എന്ന് വെച്ചാൽ നാളെയാണെങ്കിൽ ഇന്നേ പഠിക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് പേപ്പേഴ്സൊക്കെ പെൻഡിങ് ആയി. ഇവന്മാർ വിചാരിച്ചു ഞാൻ അപ്പോൾ നമ്മളെ പല രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ നോക്കി. അതൊന്നും നടന്നില്ല. നമ്മൾ 1995 ചേർന്നത് നമ്മൾ 2001 തന്നെ പാസ് ഔട്ടായി പോകുന്നു. കുറച്ച് ലാഗ് എന്ന് വെച്ചാൽ 2000 ഏപ്രിലായിരുന്നു നമ്മുടെ കോഴ്സ് കഴിയുന്നത്. 2001 ഏപ്രിലിൽ നമ്മൾ പാസ് ഔട്ടായി പോകുന്നത്. അപ്പം കുറേ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഒന്നിച്ച് പേപ്പർ
പേപ്പർ എഴുതിയപ്പോൾ എഴുതിയെടുത്തതൊക്കെ അപ്പം നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ബുദ്ധിയുള്ളവർ എങ്ങനെ പഠിച്ചില്ലേലും അവസാന നിമിഷം ഒരു പഠിച്ചിരിക്കും, മനസ്സിലായില്ലയോ? അവനെ പോലല്ല, അവനിങ്ങനെ നടക്കുകയാണ്. കണ്ടവരെയൊക്കെ അവനെന്തോ അമീബിക് ഡിസെൻട്രി, മറ്റേ ഡിസെൻട്രി, എന്തോ പിന്നെ പൂയിൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവൻ്റെ ശരീരമൊക്കെ തന്നെ ഇതൊക്കെ ആക്കി ഇങ്ങനെ കാശ് മോട്ടിച്ച്, എത്ര കാശുണ്ടെങ്കിലും കാശ് മോട്ടിച്ച് നടക്കുന്ന കുടുംബമാണ്. അവനിതൊക്കെ ചെയ്യും, അവനും അവളുമാരും എല്ലാം. തേർഡ് റേറ്റ്സ് ആണ്, ബാസ്റ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ വിചാരിച്ച് ഞാൻ വക്കീലാവത്തില്ല. ഇപ്പോൾ ഇവൻ്റെ മോനുണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇവൻ്റെ മോൻ ഇങ്ങനെ പരീക്ഷ എഴുതി നടക്കുകയാണ്. എന്തോ നീറ്റാണെന്ന് തോന്നുന്നു. ജന്മത്ത് കിട്ടത്തില്ല, അതെന്ത് കുപ്രിക്കൊക്കെ അവരുടെ എന്തോ രാജേഷ് സാറിൻ്റെ അമ്മച്ചി തന്നെ പറഞ്ഞതാണ്, കുപ്രിക്ക് ഓക്സിഡെന്ന് പോലും വായിക്കാൻ അറിയാത്തവനാണെന്ന്. കുപ്രിക്ക് എന്തായാലും വായിക്കാൻ അറിയാത്തവനാണ് ഇവനെന്ന്. അവൻ്റെ മോൻ, ഈ രാജേഷ് സാറിൻ്റെ മോനെന്ന് പറയുന്നവൻ. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ ലൂട്ട് ചെയ്ത് നടക്കുക. അപ്പോൾ നമ്മളെ വെച്ചു എങ്ങനെയെങ്കിലുമൊക്കെ ലൂട്ട് ചെയ്യണം, ഇൻഷുറൻസ് ലൂട്ട് ചെയ്യണം. അപ്പം നമുക്കിപ്പം നടക്കുന്നതാണ് വട്ടാണെന്ന് പറയണം. നമ്മൾ കാണുന്ന കാര്യമേ പറയാറുള്ളൂ. സ്മെല്ല് വന്നാൽ സ്പ്രേയുടെ സ്മെല്ല് വരുന്നെന്ന് പറയും. അയ്യോ സ്മെല്ല് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ നമുക്ക് കുഴപ്പമുണ്ടെന്ന് പറയുന്നത്. ഇത് സ്മെല്ലൊക്കെ നമുക്ക് നന്നപോലെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്കറിയാം ഇത് ഇന്നതിനാണെന്നുള്ളത്. സ്പ്രേ ഒക്കെ അടിക്കുന്നത് ഈ നമ്മളെ കൊണ്ട് ഇപ്പം എനിക്കറിയാം ഇവന്മാരുടെ പല വേലകൾ. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കുഴപ്പമുണ്ടെന്നൊക്കെ പറയണം. ഇനി നടക്കുക. ഒരു മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ രോഗം. അവൻ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. നമ്മളെന്തൊക്കെയോ പറയും, ഭയങ്കര ട്രൈ ആണ് ഇവർക്ക്. നമ്മളിപ്പം മന്ദിരത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെല്ലുമ്പം കുറേ പേര് ഇങ്ങനെ ഫോൺ കൊണ്ടൊക്കെ നിൽക്കും. അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയണം. വേണ്ട അവർ ഫോൺ വെച്ച് നിൽക്കുന്നത് എന്നെ ഇത് അടിക്കുകയാണ്, മറ്റേത് എന്നെ ലേസർ അടിക്കുക. പക്ഷേ ലേസർ അടിക്കുന്ന സമയത്തേ നമ്മൾ പറയത്തുള്ളൂ. ലേസർ അടിക്കുമ്പോൾ ആരാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമ്പോഴേ നമ്മൾ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നവരാണ് ലേസർ അടിക്കുന്നത്, അല്ലാതെ വേഗമായിട്ടൊന്നും പറയത്തില്ല, മനസ്സിലായില്ലയോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ പുറകിന്. വേറെ ജോലിയൊന്നുമില്ല. ഇങ്ങനെ പൈസ വേണം, പൈസ മോട്ടിക്കണം, ഇൻഷുറൻസ് മോട്ടിക്കണം. അപ്പം ഇന്ന് പറഞ്ഞാൽ മാർച്ച് 19 9 6 കേട്ടോ. ഇവിടെയാണ് ഞാൻ.